ശരണാഗതി 24 മണിക്കൂറും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും അതെങ്ങനെ ശീലിക്കണമെന്ന് പഠിക്കാനായി ആദ്യം ഒരു ഗൈഡഡ് പ്രാക്ടീസ് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെയെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിളായി സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇരിക്കുക. പദ്മാസനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗ പോസ്റ്ററിലോ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് സ്വസ്ഥമായി എവിടെയാണോ ഇരിക്കാൻ കഴിയുന്നത് അവിടെ ഇരിക്കുക. നട്ടെല്ല് നിവർത്തി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. തല കുനിയാതെ നിവർത്തി വച്ചിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കണ്ണുകൾ അടച്ച് കുറച്ചു നേരം ഇരിക്കുക. ചുറ്റിനും കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശബ്ദങ്ങളെ അനലൈസ് ചെയ്യാനോ വിലയിരുത്താനോ ഒന്നും പോകണ്ട. വെറുതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി സ്വന്തം ശരീരത്തിലെ സെൻസേഷനുകളെ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൽ പലതരം സെൻസേഷനുകൾ സംഭവിക്കും. അതിനെ വെറുതെ ഒന്ന് നോക്കുക. ഇനി അല്പനേരം ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസം തനിയെ വരികയും തനിയെ പോവുകയും ചെയ്യും. അതിനെ നിയന്ത്രിക്കാനോ വിലയിരുത്താനോ നിൽക്കേണ്ടതില്ല. വെറുതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി അല്പനേരം ചിന്തകളെ ശ്രദ്ധിക്കാം. ചിന്തകൾ തനിയെ വരികയും പോവുകയും ചെയ്യുന്നതായിരിക്കും. അതിനെ നിയന്ത്രിക്കാനോ വിലയിരുത്താനോ മനസ്സിലാക്കാനോ ശ്രമിക്കേണ്ടതില്ല. വെറുതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നോക്കൂ, ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും തന്നെ ശരണാഗതിയോ ധ്യാനമോ അല്ല. ശരണാഗതിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണിത്. ഇനി കണ്ണുകൾ തുറന്ന് വെറുതെ ഇരിക്കാം. ഇപ്പോൾ സംഭവിക്കുന്നതാണ് യഥാർത്ഥ ശരണാഗതി. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ ഇരുന്നാൽ മതി. നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നുണ്ടായിരിക്കാം. വന്നോട്ടെ. ചിന്തകൾ എത്ര വന്നാലും യാതൊരു പ്രശ്നവുമില്ല. ആ ചിന്തകളെ മാറ്റാനോ നിയന്ത്രിക്കാനോ ഒന്നും ശ്രമിക്കേണ്ടതില്ല. ചിന്തകൾ വന്നാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചുറ്റുപാടും പലതരം ശബ്ദങ്ങളും കേൾക്കാൻ സാധ്യതയുണ്ട്. ആ ശബ്ദങ്ങളെ ഒന്നും ചെയ്യേണ്ടതില്ല. അവ വന്നു പോയിക്കോട്ടെ. നിങ്ങൾ ചുറ്റുപാടിൽ വെറുതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങളെ ചുറ്റുപാടുകളിൽ പല അത്ഭുതങ്ങളും സാധാരണമായ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനെ ഒന്നിനെയും നിയന്ത്രിക്കാനോ മാറ്റാനോ ഒന്നും ശ്രമിക്കേണ്ടതില്ല. യഥാർത്ഥ ശരണാഗതി പൂർണ്ണമായ അർപ്പണമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലോ പ്രപഞ്ചത്തിലോ പൂർണ്ണമായ വിശ്വാസ്യത ഉണ്ടാവുക എന്നതാണ് യഥാർത്ഥ ശരണാഗതി. എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും മാറ്റാനും ശ്രമിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തിൻ്റെ ശക്തി കുറയ്ക്കുക എന്നതാണ് ശരണാഗതിയുടെ യഥാർത്ഥ ഉദ്ദേശം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആ ഭാവത്തെ വെറുതെ വിടുക എന്നുള്ളതാണ്. പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പൂർണ്ണമായ ശരണാഗതി നടക്കും.
അതിലേക്ക് നയിക്കാനാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന ധ്യാനം നിങ്ങളെ സഹായിക്കുന്നത്. ഒരു ദിവസം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ പോലും വെറുതെ ഇരിക്കാൻ സാധിച്ചാൽ, ഒന്നിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ എന്താണോ നടക്കുന്നത് അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ശരണാഗതിയുടെ യഥാർത്ഥ ഭാവം. നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ചലിക്കുന്ന ഒന്നാണ് ജീവൻ. പ്രപഞ്ചവും എപ്പോഴും ചലിക്കുകയും പലതരം വൈബ്രേഷനുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതിനാൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു മഹാ അനുഭവമായി മാറും. ശബ്ദങ്ങൾ വരുന്നു, ദൂരെ വണ്ടികൾ പോകുന്നുണ്ടാകും, കാറ്റ് വീശുന്നുണ്ടാകും, ചിന്തകൾ വരുന്നുണ്ടാവും, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടാവും, തൊട്ടടുത്ത് ഫോണ് ശബ്ദിക്കുന്നുണ്ടാവും. ഇതിനെ ഒന്നിനെയും പറ്റി വേവലാതിപ്പെടുകയോ അതിനെ ഒന്നും മാറ്റാൻ ശ്രമിക്കുകയോ വേണ്ട. സ്വസ്ഥാവസ്ഥയിലിരുന്നു കൊണ്ട് സംഭവിക്കുന്നത് എന്താണോ അത് തന്നെ സംഭവിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുക. ഏറ്റവും കൂടുതൽ ആളുകളെ വെറുതെ ഇരിക്കുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ചിന്തയായിരിക്കാം. പലതരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. എത്ര ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നാലും അവയെല്ലാം വീണ്ടും വീണ്ടും കടന്നു വന്നോട്ടെ. മനസ്സ് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ മനസ്സ് ചിന്തിച്ചോട്ടെ. ചിന്തയെ നിയന്ത്രിക്കാനോ തടയാനോ പിടിച്ചു നിർത്താനോ ശ്രമിക്കേണ്ടതില്ല. മനസ്സ് ചിന്തിക്കുമ്പോൾ മനസ്സ് ചിന്തിക്കട്ടെ. അതായിരിക്കുമ്പോഴാണ്, സംഭവിക്കുന്നതെല്ലാം സംഭവിക്കാൻ അനുവദിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞതുപോലെ ബി ആസ് യു ആർ എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. നീ എന്താണോ അതായിരിക്കുക എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത് അങ്ങനെയാണ്. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ശ്രമിക്കേണ്ടതില്ല. ശരീരത്തിൽ ചില പിരിമുറുക്കങ്ങൾ, മനസ്സിൽ ചില പിരിമുറുക്കങ്ങൾ ഒക്കെ ഉണ്ടായാലും അവയെ മാറ്റാനോ നിയന്ത്രിക്കാനോ സ്വയം റിലാക്സ് ആവാനോ ഇനി ശ്രമിക്കേണ്ടതില്ല. ഇനി വെറുതെ ഇരുന്നാൽ മതി. എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ ചില ടൈറ്റ്നസ് തോന്നുന്നുണ്ടെങ്കിൽ തോന്നിക്കോട്ടെ. മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അനുഭവിക്കപ്പെട്ടുകൊള്ളട്ടെ. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും നിർവൃതിയും നേടാൻ ശ്രമിക്കേണ്ടതില്ല. ഇപ്പോൾ എന്തു സംഭവിക്കുന്നുണ്ടോ അത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ. ഒന്നിനെയും നിയന്ത്രിക്കുന്നത് ഞാനല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ പ്രപഞ്ചമോ ഇവിടെ സംഭവിക്കുന്ന ഓരോന്നിനെയും കൃത്യമായി സംഭവിക്കപ്പെടേണ്ട രീതിയിൽ സംഭവിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. സംഭവിക്കുന്ന ഒന്നിനെയും എതിർക്കരുത്, ഒന്നിനെയും നിയന്ത്രിക്കരുത്. എല്ലാത്തിനെയും സംഭവിക്കാൻ അനുവദിക്കുക. ആദ്യം പൂർണ്ണമായി നടക്കാത്ത ശരണാഗതി ഈ യാത്രയുടെ മുന്നോട്ടുള്ള വഴികളിൽ പൂർണ്ണമായ ശരണാഗതിയായി മാറും. ഹാഫ് സറണ്ടർ സംഭവിക്കുമ്പോൾ, അതായത് പകുതി ശരണാഗതി സംഭവിക്കുമ്പോൾ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രവർത്തിക്കേണ്ടിയുമായി വരും.
എന്നാൽ പൂർണ്ണമായ ശരണാഗതി എപ്പോഴാണോ സംഭവിക്കുന്നത്, അന്ന് മുതൽ പിന്നെ അങ്ങോട്ട് ഒരു കാര്യത്തിലും നിങ്ങൾ നിയന്ത്രണമോ പ്രവർത്തനമോ ചെയ്യേണ്ടി വരില്ല. എല്ലാം ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നതെല്ലാം എങ്ങനെ സംഭവിക്കുന്നുണ്ടോ അതുപോലെ തന്നെ സംഭവിച്ചുകൊള്ളും. ആ യാത്രയുടെ അവസാനം എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ കർത്തൃഭാവം പൂർണ്ണമായും അലിഞ്ഞ് ഇല്ലാതായിത്തീരും. ഈ ധ്യാനം ചെയ്യുമ്പോൾ എത്ര നേരമാണോ നിങ്ങൾക്ക് ഒരു നിയന്ത്രണമോ പ്രവർത്തനമോ ഇല്ലാതെ വെറുതെ ഇരിക്കാൻ കഴിയുന്നത്, അത്രയും നേരം ചെയ്തതിന് ശേഷം മതിയാക്കുക. അത് ചിലപ്പോൾ 10 നിമിഷമാകാം, 5 മിനിറ്റ് ആകാം, ചിലപ്പോൾ 10 മിനിറ്റ് ആകാം. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ടതില്ല. എപ്പോൾ മതി എന്ന് തോന്നുന്നോ അപ്പോൾ മതിയാക്കുക. ഒരു ദിവസം 10 മിനിറ്റ് ചെയ്തത് കൊണ്ട് അടുത്ത ദിവസം അതിൽ കൂടുതലോ അതേ സമയമോ ചെയ്യണമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇന്ന് 10 മിനിറ്റ് ചെയ്ത ഒരാൾക്ക് നാളെ 10 നിമിഷം പോലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ചെയ്യാൻ സ്വസ്ഥമായി തോന്നുന്ന സമയം വരെ മാത്രമേ ചെയ്യാവൂ. കൂടുതൽ നേരം ബലം പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലും നമ്മുടെ ഉള്ളിലെ കർത്തൃഭാവം എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. തുടർച്ചയായി ഇതെത്ര നേരം ചെയ്യാൻ കഴിയുമോ അത്രയും നേരം ചെയ്ത് കഴിഞ്ഞ ശേഷം അവസാനിപ്പിക്കുക. പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ ഏതവസ്ഥയിലും എവിടെ ഇരുന്നാലും നിയന്ത്രണമില്ലാതെ വെറുതെ ഇരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കും. അത് ഒരു യുദ്ധഭൂമിയുടെ നടുക്ക് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരുന്നത് പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതായി മാറും. നന്ദി.